പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുമായിട്ടൊരു ബൈബിളിൽ നിന്നൊരു ചെറിയ സന്ദേശം പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലേഖനത്തിൽ നിന്നും പൗലൂസ് കൊരിന്ത് സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളുടെ തുടർച്ചയെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ ആശ്വാസം എന്നൊരു വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത്രയും വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആശ്വാസം എന്നൊരു വാക്കാണ്. ഈ ലോകത്തിൽ ആശ്വാസം വേണ്ടാത്ത 2 കൂട്ടരുണ്ട്. ഒന്ന്, ജനിക്കാത്തവർക്കും മരിച്ചവർക്കും ആശ്വാസം വേണം. ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആശ്വാസം വേണം. ആ ആശ്വാസം എവിടെ നിന്ന് നമുക്ക് ലഭിക്കും എന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്നു, അതെ, ആശ്വാസം ക്രിസ്തുവിലാണ്. നമുക്ക് യേശു ക്രിസ്തുവിനാണ് ആശ്വാസമുള്ളത്. ഈ ആശ്വാസം എങ്ങനെ ലോകത്തിൽ മുഴുവൻ നമ്മൾ നോക്കിക്കൂ, മുഴുവൻ ആശ്വാസമില്ലാത്ത, സമാധാനമില്ലാത്ത ഒരു വലിയ കൂട്ടം ആളുകളെയാണ് നമുക്ക് ചുറ്റുപാട് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ എനിക്ക് നിങ്ങളോട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കാൻ കഴിയുന്നത്, നമുക്ക് ക്രിസ്തുവിൽ മാത്രമേ നമുക്ക് ആശ്വാസം കണ്ടാൽ അത് നിലനിൽക്കുകയുള്ളൂ. ഈ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ 10 പ്രാവശ്യം ആശ്വാസം എന്നൊരു വാക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ഈ 3 അതേ ആളത്വങ്ങൾ, അതായത് ആ ത്രിയേക ദൈവം ആളത്വങ്ങളിൽ മുഴുവൻ ആശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എവിടെ ഓടിയാലും ലഭിക്കാത്ത ഒന്ന് യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കും. ആ ക്രിസ്തുവിലുള്ള ആശ്വാസം നമുക്ക് എത്രത്തോളം പ്രാപിക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ, അതെ, ദൈവവചനത്തിലൂടെ മാത്രമേ നമുക്ക് അത് പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. മനസ്സലിയുള്ള പിതാവും സർവ്വ ആശ്വാസം നൽകുന്ന ദൈവവുമായി, 3-ാം വാക്യം 2 കൊരിന്ത്യർ 3, മനസ്സലിയുള്ള പിതാവും സർവ്വ ആശ്വാസം നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് പൗലോസ് അപ്പോസ്തലൻ തുടങ്ങിയിട്ട് അതിൻ്റെ 7 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ആശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ആ ദൈവദാസൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും, പണത്തിന് പണവും ആരോഗ്യത്തിന് ആരോഗ്യവും, അതെ, ജീവിക്കാനുള്ള ചുറ്റുപാടുകളും ബന്ധങ്ങളും എന്ന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഹൃദയത്തിനകത്ത് ഒരാശ്വാസമില്ലെങ്കിൽ ആ ജീവിതം അമ്പെ പരാജയമാണ്. അപ്പൊ പരാജയപ്പെടാനായിട്ടല്ല ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, ഒരിക്കലും പരാജയപ്പെട്ടു പോകാനല്ല. പിന്നെയോ, അതെ, നമുക്ക് ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിന് ഒരാശ്വാസം വേണം, സന്തോഷം വേണം, സമാധാനം വേണം. അത് നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് എന്തെല്ലാം ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം വെറുതെയാണ്, വെറും പൂജ്യം മാത്രമാണ്. എന്നാൽ നമുക്ക് അത് ക്രിസ്തുവിൽ പ്രാപിപ്പാനായിട്ട് കഴിയും. എൻ്റെ അനുഭവത്തിലും എനിക്കത് മാത്രമേ പറയാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തുവിനെ കണ്ടതിൻ്റെ ആശ്വാസമാണ് എനിക്കുള്ളത്. അല്ലാതെ വേറൊന്നും എനിക്ക് അതേ ലഭിച്ചിട്ടില്ല. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ക്രിസ്തുവിലുള്ള ആശ്വാസം പ്രാപിപ്പാൻ കഴിയുന്നത് പോലെയുള്ള ഒരു സന്തോഷം ലോകത്തിൽ വേറെയില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതിയപ്പോൾ വളരെ വ്യക്തമായി ഓർപ്പിച്ചത്, അതെ, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. നമുക്ക് അത് വേദനകളോ ഭാരങ്ങളോ നിരാശകളോ ഒക്കെ ജീവിതത്തിനകത്ത് ഒത്തിരി സങ്കടങ്ങൾ കയറി വന്ന് ആരോടൊന്ന് പറയും, എങ്ങനെ എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടും, എനിക്ക് എവിടെ ആശ്വാസം കിട്ടും എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി ആളുകളെ കാണാനായിട്ട് കഴിയും. ചെറുപ്പക്കാരും അതെ മുതിർന്നവരും ഒക്കെ, അവർക്ക് പല നിലകളിൽ ഭാരപ്പെടുമ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാൻ കഴിയുന്നത്, കർത്താവിന് നിങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് കഴിയും. കർത്താവിന് നിങ്ങളെ ധൈര്യപ്പെടുത്താനായിട്ട് കഴിയും. ഒരുപക്ഷെ അതെ, നമ്മുടെ ജീവിതത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത തലങ്ങളിലുള്ള പ്രതികൂലങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടിരിക്കാം. ചിലപ്പോൾ ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം, മാനസികമായ തകർച്ചകളായിരിക്കാം. എന്നാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ക്രിസ്തുവിൽ നമുക്ക് ആശ്വാസം ലഭിക്കും. ഈ ആശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാപിപ്പാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. മാനസികമായി തകർന്ന അതേ വേദനയിലൂടെ കടന്നു പോകുന്ന ഈ ജീവിതങ്ങളെ സ്വർഗം ആശ്വസിപ്പിക്കണമേ. അവർക്ക് ആവശ്യമായ ദൈവകൃപയും ദൈവസാന്നിധ്യവും അവിടുന്ന് പകർന്നു കൊടുക്കണമേ. അതേ കർത്താവേ, ദൈവിക ആശ്വാസം അവർ
അവരുടെ ഹൃദയത്തിൽ പ്രാപിപ്പാൻ തക്കോണം കർത്താവ് കൃപ ചെയ്യേണ്ടതിന് ഞങ്ങൾ ഒരു അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സകല ആശ്വാസങ്ങൾ കൊണ്ട് മനസ്സിലുള്ള പിതാവായ ദൈവമേ, സകല ആശ്വാസങ്ങൾ കൊണ്ട് ഹൃദയങ്ങളെ നിറയ്ക്കണമേ. ഈ പ്രാർത്ഥന ഓരോ കേൾക്കുന്ന ഓരോ ജീവിതങ്ങൾക്കും അത് ആശ്വാസമായി വരുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. എൻ്റെ പേര് പാസ്റ്റർ MC അയ്യപ്പ്, പാമ്പാടി വട്ടമലപ്പടിയിലുള്ള ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ നോഹ സർപ്രൈസ് സെന്ററിലെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു.